ഹായ് വെൽക്കം ബാക്ക് ടു അബിസുഷൻ. നമ്മൾ സാധാരണ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന മെസ്സേജുകൾ, അതായത് വോയിസ് മെസ്സേജുകൾ, അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോസ്, വീഡിയോസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ബാക്കപ്പ് ചെയ്ത് വെക്കാറുണ്ട്. കാരണം ബാക്കപ്പ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ നമുക്ക് പിന്നീട് ഒരു ആവശ്യം വരുന്ന സമയത്ത് ഈ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊന്നും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മളിതെല്ലാം ബാക്കപ്പ് ചെയ്യുന്നത്. പക്ഷെ ബാക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ജിമെയിൽ ID കൊടുത്തിട്ട് ഗൂഗിൾ ഡ്രൈവിലേക്കാണ് ഈ കാര്യങ്ങളെല്ലാം സേവ് ആവുന്നത്. പക്ഷേ നമുക്കറിയാം, ഒരു ജിമെയിൽ ID യിൽ നമുക്ക് ഏകദേശം ഒരു 15 GB വരെയാണ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നത്. അതിൽ കൂടുതലാണെങ്കിൽ പിന്നീട് സ്റ്റോറിങ് നടക്കില്ല. പിന്നീട് നമുക്ക് ഒരിക്കലും നമ്മുടെ വാട്സപ്പിലുള്ള ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റകൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടില്ല. അപ്പൊ അതിന് നല്ലൊരു അടിപൊളി ഓപ്ഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ഒരു 15 GB കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. അത് പറഞ്ഞിരുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് വാട്സപ്പിൽ ഒരു 15 GB ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു അടിപൊളി ഒരു മാർഗം പറഞ്ഞുതരാം. അതുവഴി നമുക്ക് നമ്മുടെ വാട്സപ്പിൽ വരുന്ന എല്ലാവിധ ചാറ്റുകളും അതുപോലെ തന്നെ ഫോട്ടോസ്, അങ്ങനെയുള്ള മീഡിയാസ് എല്ലാം നമുക്ക് സേവ് ചെയ്യാനും സാധിക്കും. അതായത് നമ്മൾ ചെയ്യേണ്ടത്, നമുക്കറിയാം വീട്ടിലുള്ള കുറേ കോൺടാക്ട്സ് ഉണ്ട്. ഇതൊക്കെ ഇവിടുന്ന് വരുന്ന ചാറ്റുകൾ, ഫോട്ടോസ്, ഇതെല്ലാം നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്നത് 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത ശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ കാണാം. ആ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ചാറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ചാറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വരുന്ന സമയത്ത് ഏറ്റവും താഴേക്കായിട്ട് നമുക്ക് ഇവിടെ കാണാം ചാറ്റ് ബാക്കപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ചാറ്റ് ബാക്കപ്പ്. ആ ചാറ്റ് ബാക്കപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ വാട്സപ്പിലേക്ക് വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം ബാക്കപ്പ് ചെയ്ത് പോകുന്ന ഇവിടെ കണ്ടില്ലേ, നമ്മുടെ സ്റ്റോറേജ് ഫുള്ളാണ്. എൻ്റെ ഈ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളാണ്. കാരണം 15 GB കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി എന്റെ ഒരു കാര്യങ്ങളും ഇതേപോലെ നമ്മുടെ ഫോണിൽ സ്റ്റോർ ആവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്റ്റോർ ആവുന്നത് എവിടേക്കാണെന്നുള്ളത് നമുക്ക് താഴെ ഇമെയിൽ ID യിലേക്കാണ് സ്റ്റോർ ആവുന്നത്. ഇവിടെ നമുക്ക് കാണാം മാനേജ് ഗൂഗിൾ സ്റ്റോറേജ് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമുക്കൊരു 15 GB ഫ്രീ ആയിട്ട് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ ഗൂഗിൾ ഇവിടെ കണ്ടില്ലേ താഴെ ബാക്കപ്പ്, അതിന് താഴെയായിട്ട് മാനേജ് ഗൂഗിൾ സ്റ്റോറേജ് പറയുന്ന ഓപ്ഷൻ കാണുന്നുണ്ട്. മാനേജ് ഗൂഗിൾ സ്റ്റോറേജ്, അതിന്റെ താഴെയായിട്ട് നമുക്ക് ഈ ഒരു ഇമെയിൽ ID യിലേക്കാണ് എല്ലാ കാര്യങ്ങളും സ്റ്റോർ ആവുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് ഒരു ജിമെയിൽ ID നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15 GB ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ആ ഒരു ഗൂഗിൾ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഇമെയിൽ ID യിലേക്കാണ് പോകുന്നത്. അവിടെ നമുക്ക് കാണാം മുകളിൽ ആ പ്രൊഫൈൽ ഐക്കൺ കാണാം, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ വഴി. ആ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണിക്കേണ്ട യു ആർ ഔട്ട് ഓഫ് സ്റ്റോറേജ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, ആ പ്രൊഫൈൽ ഐക്കണിൽ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഇമെയിൽ ID കൾ നമുക്കൊരു 3-4 ഇമെയിൽ ID കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ എന്റെ ഒരു ഇമെയിൽ ID ആണ് ഫുൾ ആയത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഉപയോഗിക്കുന്ന മറ്റൊരു ജിമെയിൽ ID ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാം. അപ്പൊ ഇവിടെ കണ്ടില്ലേ, യു ഹാവ് ഗോട്ട് 15 GB സ്റ്റോറേജ്. അപ്പൊ നമുക്ക് ആദ്യമുള്ള മെയിൽ ID നിന്ന് മാറ്റിയിട്ട് പുതിയൊരു മെയിൽ ID യിലേക്ക് മാറ്റി കൊടുത്തപ്പോൾ എനിക്ക് 15 GB സ്റ്റോറേജ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു ഇമെയിൽ ID ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു ഇമെയിൽ ID കൂടി ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ കണ്ടില്ലേ, നമുക്ക് ഇതേപോലെ നമുക്ക് എത്ര ഇമെയിൽ ID ഉണ്ടെങ്കിലും നമുക്ക് അതിലേക്ക് മാറ്റാൻ സാധിക്കും. അപ്പൊ നമുക്കൊരു 15 GB നമുക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. അത് നമുക്ക് ജിമെയിൽ തന്നെ തരുന്നതാണ് 15 GB. ഇനി മുതൽ എനിക്ക് ബാക്കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ താഴേക്ക് വന്ന് അലവ് കൊടുക്കുക. അലവ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഈ വാട്സപ്പിലുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ബാക്കപ്പ് ചെയ്യാൻ സാധിക്കും. 15 GB ആണ് നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ഇമെയിൽ ID നിന്ന് കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് അഥവാ ഈ ഒരു ഇമെയിൽ ID ഫുൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തൊരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്ത ശേഷം അതിലേക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 15 GB കൂടി നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് ലഭിക്കും. അങ്ങനെ നമുക്ക് നമ്മുടെ ഫോണിലുള്ള വാട്സപ്പിൽ വരുന്ന ബാക്കപ്പുകളെല്ലാം കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഓപ്ഷൻ വഴി നമുക്ക് നല്ലപോലെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. കാരണം പിന്നീട് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് ബാക്കപ്പ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഇമെയിൽ ID യിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത് അത്യാവശ്യം.